എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന എസ്പെഷ്യലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. വേറെ ഒന്നുമല്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഇപ്പം എല്ലാവർക്കും അറിയാം എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ. പലരും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് അത് തിരിച്ചറിയുന്നുണ്ട് എന്താണ് ഈ ആൻറ്റിബോഡീസ്, അതുപോലെ ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്താണെന്നുള്ളതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്നതാണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ, അതുപോലെ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൈക്കൻ പ്ലാനസ്, അതുപോലെ തന്നെ അലോപേഷ്യ എയറേറ്റ, അതായത് പുരുഷന്മാരിൽ കാണുന്ന വട്ടത്തിൽ ഉള്ള മുടി കൊഴിയുന്നത്, അതൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ വരുന്നതാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാം, പക്ഷേ ഇതിൻ്റെ മൂല കാരണം എന്താണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്, അത് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി അതിൻ്റെ ആ ഒരു മൂല കാരണത്തിലേക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമ്മൾ പറയുന്ന, അതായത് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് മൂല കാരണമായ നമ്മുടെ വയറിനെ ചികിത്സിക്കണം എന്നുള്ളതാണ്. ഓൾ ദ ഡിസീസസ് സ്റ്റാർട്ട് ഫ്രം ദ ഗട്ട്. അതുപോലെ നമ്മൾ പറയാറുണ്ട് കോൺസ്റ്റിപ്പേഷൻ ഇസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ ദ ഡിസോർഡേഴ്സ് എന്ന്. അത് പലപ്പോഴും അത് ചിരിച്ചു തള്ളുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഫുഡിൻ്റെ ക്രമീകരണവും ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളും വരുത്തുമ്പോൾ തന്നെ അവർക്കതിൻ്റെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് നമ്മൾക്ക് ഇതെല്ലാം തുടങ്ങുന്നത്, എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ, അതായത് എച്ച് പൈലോറി ബാക്ടീരിയയുടെ അതിസങ്കരം, അതായത് ഈ ബാക്ടീരിയ നമ്മളുടെ സ്റ്റൊമക്കിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് പല രീതിയിലുള്ള ഗട്ട് ഡിസോർഡേഴ്സ് വരാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ GRD എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ അവർക്ക് ആ ഒരു ആസിഡ് റിഫ്ലക്സിൻ്റെ പ്രശ്നം കൂടുതലാവുമ്പോൾ ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എച്ച് പൈലോറി ബാക്ടീരിയയുടെ IgGയും IgM എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഇൻഫെക്ഷൻ, ഈ ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ പണ്ടുണ്ടായിരുന്നോ ഇപ്പം അതുണ്ടോ എന്നറിയുന്നതാണ് ഈ IgGയും IgM എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബാക്ടീരിയ നമ്മളുടെ വയറിൽ പെറ്റുപെരുകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള ഗ്യാസ്, ബ്ലോട്ടിങ്, അതുപോലെ തന്നെ ഈ അതായത് ഈ ആസിഡ് മുകളിലേക്ക് കയറി വരുന്ന, ഈ വാൽവ് തുറന്നിരുന്ന് അതിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന പ്രവണതയും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക് ആസിഡിൻ്റെ pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലോ സ്റ്റൊമക്ക് ആസിഡ് ആണ് ഇതിൻ്റെ മൂല കാരണം. അപ്പോൾ ഈ ലോ സ്റ്റൊമക്ക് ആസിഡിൻ്റെ pH എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? അപ്പം നല്ല ആഹാരത്തിലൂടെ മാത്രമേ ഇത് പോസിബിൾ ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയ നമുക്ക് വേണമെങ്കിൽ മെഡിസിൻസ് വെച്ചിട്ട് അതിനെ കൊല്ലാം, പക്ഷേ നിങ്ങളുടെ സ്റ്റൊമക്ക് ആസിഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നെ ചുമതലയാണ്. അപ്പോൾ അത് നല്ല രീതിയിലുള്ള ആഹാര ക്രമീകരണത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ എക്സീമ, ഡെർമറ്റൈറ്റിസ് ആയിട്ടൊക്കെ നമ്മളുടെ യോഗാശ്രമിൽ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അവരുടെ വയറിൻ്റെ ശോധനയും അതുപോലെ തന്നെ അവരുടെ മലശോധനയൊക്കെ ചോദിക്കുമ്പോൾ അവർ വളരെ കോൺസ്റ്റിപ്പേറ്റഡ് ആണെന്ന് പറയാറുണ്ട്. മിക്കവരിലും സ്കിൻ ഡിസോർഡേഴ്സിലുള്ള 90% ആൾക്കാരിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എലിമിനേഷൻ ചാനലിനെ അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫംഗസ് ഓവർ ഗ്രോത്ത്, അതായത് സിഫോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത്. അതുപോലെ തന്നെ അതാണ് മിക്കവരിലും സ്കിൻ ഡിസോർഡേഴ്സ് ആയിട്ട്. അത് ഭയങ്കര ഡ്രൈ സ്കിന്നായിരിക്കും. അതുപോലെ തന്നെ അവരിങ്ങനെ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ ഒന്ന് ചൊറിയുമ്പോൾ തന്നെ ഇങ്ങനെ പൗഡർ പോലെ ആയിരിക്കും അവരുടെ സ്കിന്നിൽ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഡാൻഡ്രഫ്, ഈ പൊറ്റു പോലെയുള്ള ഡാൻഡ്രഫ് താടിയിലും ഒക്കെ പുരുഷന്മാരിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായ വായുനാറ്റവും അതുപോലെ ടങ്കിലൊക്കെ ഒരു വെള്ള കോട്ടിങ് കാണാറുണ്ട്. നഖങ്ങളൊക്കെ വളരെ ഈ കുഴിനഖം പോലെ ഇരിക്കുകയും കറുത്ത് വരികയും ചെയ്യും. ഇതൊക്കെ ഒരു ഫംഗസിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് അതിൻ്റെ മുകളിൽ കുറേ ഓയിൽമെൻറ്റ് പറ്റിയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഷാമ്പു ഇട്ടിട്ടോ കാര്യമില്ല. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ഫംഗസിനെ കൊല്ലാനായിട്ടുള്ള ആഹാരക്രമം. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട്, വെളുത്തുള്ളിയുടെ ഉപയോഗം. ഇത് ഫംഗസിനെ നന്നായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെയാണ് സിബോ എന്ന് പറയുന്നത്, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. ക്ലെബിസെല്ല ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് കാരണമായി വരുന്നത്.
അതായത് ആമവാദം എന്ന് പറയുന്നത് 5000 വർഷം പഴക്കമുള്ള ഒരു ഇതാണ്, ആയുർവേദത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ആമം വാദം. അതായത് വയറിന്റെ അഗ്നി മന്ദഗതിയിലാവുന്നത് കൊണ്ട് വാദം വരുന്നു. അപ്പം ഇതെല്ലാം തുടങ്ങുന്നത് അന്നത്തെ കാലത്ത് വൈദ്യന്മാർ ചെയ്തിരുന്നത് വയറിനെ ക്ലീൻ ചെയ്യുകയാണ്. അങ്ങനെയാണ് വാദത്തിനുള്ള പ്രതിവിധി കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ നമ്മൾ വേറെ കുറേ എക്സ്റ്റേണൽ മെഡിസിൻസ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കിഴി പിടിച്ചിട്ടോ ഒന്നും അതിന് കാര്യമില്ല. അപ്പം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ വയറിനെ തന്നെയാണ്. അപ്പം ഇതെല്ലാം ഈ സിഫോ എന്ന് പറയും, അതായത് പാരസൈറ്റിൻ്റെ ഓവർ ഗ്രോത്ത്, അതുപോലെ തന്നെ അതായത് കൃമികീടങ്ങൾ. കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് പാരസൈറ്റിൻ്റെ ഓവർ ഗ്രോത്ത് കൊണ്ട് കുട്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ എന്ത് കഴിച്ചാലും ഈ കുട്ടി നല്ല ആഹാരം കഴിക്കുന്നതാണ് ഡോക്ടർ, പക്ഷേ ഇതിന് എന്ത് കൊടുത്താലും ഇതിങ്ങനെ മെലിഞ്ഞ് പോവാണ്, എന്താണെന്ന് അറിയില്ല എന്ന് പറയും. ഈ കുട്ടിക്ക് ഒരു ഡീവേമിങ് ചെയ്തതെന്ന് വരെ ഇളക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ കുറയാറുണ്ട്. അപ്പോൾ പിന്നെ കഴിക്കുന്ന ആഹാരം പിടിക്കാൻ തുടങ്ങും. ഇത് വലിയവരിലും ഇത് കാണാറുണ്ട്. സ്ത്രീകൾ പലപ്പോഴും വരുമ്പോൾ വളരെ അനീമിക്കായിട്ട് അവരെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവരെ അയൺ ഫെറിറ്റിൻ ഇങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊരു ഡീവേമിങ് കൊടുത്തിട്ട് അവർക്ക് സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണോ ഡെഫിഷ്യൻസി, ഇപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യും, വൈറ്റമിൻ B12 ചെക്ക് ചെയ്യും, ഫെറിറ്റിൻ ചെക്ക് ചെയ്യും. ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്റ്റൊമക് ആസിഡിൻ്റെ pHനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഡയറ്റ് സെറ്റ് ചെയ്തപ്പോൾ പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയും, ഡോക്ടർ എന്താണ് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാത്തത്? നിങ്ങൾക്ക് ഇപ്പോൾ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് ആണോ ഫംഗസ് ആണോ ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയും? ഇപ്പോൾ ഈ കാണുന്നവരിൽ ബഹുജനം പല വിധമാണ്. അപ്പോൾ ഇതൊരു ഡയറ്റ് ചാർട്ട് ഇപ്പം ഇതിനകത്ത് നമുക്ക് തരാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ധാരണ മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ട് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്യൂട്ടബിൾ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ചാർട്ടും കാര്യങ്ങളൊന്നും പറയാത്തത്. അത് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കമൻറ്റ് സെക്ഷനിലുള്ള ഒരു ആൻസർ കൂടിയാണിത്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് നിങ്ങൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ. ഇപ്പം GRD എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എനിക്ക് കൺസൾട്ടേഷന് ആൾക്കാർ വന്നു. പക്ഷെ അവർ GRD എന്ന് പറഞ്ഞ് വന്നവരെല്ലാവരും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആയിട്ടുള്ളവരുണ്ടായിരുന്നു, ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. സിംറ്റംസ് പറയുമ്പോൾ അവർക്ക് അത് സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം, പക്ഷേ അവരുടെ മൂലകാരണം വേറൊന്നായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ജനറൽ ആയിട്ടുള്ളൊരു വീഡിയോ മാത്രമേ ഇതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കുറവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റൊമക് ആസിഡിനെ നിങ്ങൾ കൂട്ടാനായി നല്ലൊരു ഡയറ്റ് പ്ലാൻ, നല്ല കറക്റ്റായിട്ടൊരു കൺസൾട്ടേഷൻ എടുത്ത് ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള ബാക്കി. പക്ഷേ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ പുറത്തു പോയിട്ട് ഈ ഗ്ലൂട്ടൻ നിറഞ്ഞ കുറേ ഗോതമ്പിൻ്റെ ഐറ്റംസ്, പാല്, ഐസ്ക്രീം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഷുഗർ കണ്ടൻറ്റ്, പേസ്ട്രീസ്, കേക്ക്, ഇതെല്ലാം മേടിച്ച് കഴിച്ചാൽ ഞാൻ 6 ദിവസം ഞാൻ ഡയറ്റ് ചെയ്തു. ഇനി 7ാമത്തെ ദിവസം പോയി ഞാൻ ഐസ്ക്രീം, വീണ്ടും ഈ ഫംഗസും ബാക്ടീരിയയും അവിടെ വീണ്ടും ഓവർഗ്രോ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ സൃഷ്ടിക്കുകയാണ്. അപ്പം കറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും ഡയറ്റും മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ടെമ്പററി ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നല്ല രീതിയിലുള്ള പീസ് ഓഫ് മൈൻഡും, അതായത് മെൻ്റൽ ഹെൽത്തും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വന്ന ആൾക്കാരിൽ ഭയങ്കരമായ മാനസിക സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് യോഗയുടെ തെറാപ്പിയാണ്. അതായത് ബ്രെത്ത് വർക്ക് ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ എന്താ, വയറ് സംബന്ധമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള യോഗ പോസ്ചേഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഒരു ദിവസം ഒരു 30 മിനിറ്റ് നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുക, ചിട്ടയായിട്ടുള്ള ഉറക്കം, അതുപോലെ തന്നെ ആഹാരം കറക്റ്റായിട്ടുള്ള സമയത്ത് കഴിക്കുക. ഇതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ട് ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി, ഇപ്പം ഫംഗസ് ആണ് ഈ വെളുത്തുള്ളി പോലത്തെ ഇത്, അല്ലെങ്കിൽ പ്രോബയോട്ടിക്സുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക. വൈറ്റമിൻ ഡി നല്ല രീതിയിൽ ഹൈ ആക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് മിക്കപ്പോഴും ആൾക്കാർക്ക് എനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ആണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള വേറൊരു ടെസ്റ്റാണ് ആൻറ്റി-TPO, ആൻറ്റി-TG. ഈ ആൻറ്റിബോഡീസ് എലിവേറ്റ് ആവുന്നത് പലപ്പോഴും എന്തുകൊണ്ടാണ്? പലരും എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കൂടിയാണ്. എന്താണ് ഡോക്ടറെ ഈ ആൻറ്റിബോഡീസ് ഇങ്ങനെ ഹൈ ആയി? പലരും പല പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നമുക്ക് യൂട്രസ് ഡിസോർഡേഴ്സും ഇതൊക്കെ ആൻറ്റിബോഡീസ് കൂടുതലായതുകൊണ്ട് വരുന്നുണ്ടോ? അതെയോ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഇതുകൊണ്ട് വരുന്നുണ്ടോ? അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വയറിനെ ഒന്ന് കറക്റ്റാക്കി
ഡയറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്ത് യോഗ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസം കൊണ്ട് തന്നെ ഈ ആൻറ്റിബോഡീസ് കുറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ ഡയറ്റ് മാത്രം നോക്കി ഒരു എക്സസൈസും ചെയ്യാതിരുന്ന കാര്യമില്ല. അതിനകത്ത് കുറച്ച് സ്വെറ്റ് ചെയ്ത് ശരീരം തന്നെ ഒന്ന് ചൂടാക്കി ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടി അവിടെ കൊടുക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ, നിങ്ങളിപ്പോൾ ഒരു തൈറോയിഡൈറ്റിസ്, നിങ്ങൾ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ തൈറോയിഡൈറ്റിസ് വന്നു? പലപ്പോഴും ചിലവർ 100-150 തൈറോനോമിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നവർക്കും എന്തുകൊണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ വരുന്നു? അപ്പം അതെല്ലാം നമ്മുടെ ആൻറ്റിബോഡീസിനെ കുറയ്ക്കാനായിട്ടുള്ള ഭക്ഷണവും എക്സസൈസും മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ പ്രോബയോട്ടിക്കുകൾ ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഗ്ലൂട്ടൻ, ഷുഗർ, ഗോതമ്പ്, അതുപോലെ തന്നെ മൈദ, ഇങ്ങനെയുള്ള എല്ലാ ആഹാരങ്ങളും വർജിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 7-8 മണിക്കൂർ കിടന്ന് ഉറങ്ങുക. അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു നന്നായിട്ട് തന്നെ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുക. പലപ്പോഴും സ്ത്രീകളിൽ കാര്യന്ന സപ്രഷൻ ഓഫ് ഇമോഷൻസ് അവർ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അതും അവരുടെ ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിനെ കൂട്ടാനായിട്ട് ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1-2-3 മാസം കൊണ്ട് തന്നെ ഇതിന് ഫലം കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൽ നിന്ന് കേട്ട ടിപ്സ് തന്നെ നിങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും.